അപ്പോൾ നമുക്ക് ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇറച്ചി നമ്മൾ വെക്കുന്നത് പൊരിച്ച കോഴിയുടെ ബിരിയാണിയാണ്. അപ്പം ചിക്കനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാള, സാധനം ഏകദേശം വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഒരു മസാലക്കൂട്ട് അതിനകത്തേക്ക് ഇടാം. ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച ഒരു കൂട്ടാണ്. മസാല എല്ലാം വഴന്നു വന്നപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തു. വെള്ളം ചേർത്ത് ഇതൊന്ന് ഗ്രേവി ടൈപ്പ് ആകട്ടെ. അപ്പോൾ നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ അതിനകത്തേക്ക് ചേർക്കും. ഇത്ര വലിയ കഷ്ണങ്ങൾ ഉള്ളിടും. നേരെ സൈഡിലെല്ലാം അല്ല. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ചോറിടാം. അടുത്ത ലെയർ ചോറും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തതും പുതിനയിലയും മല്ലിയിലയും ഉള്ളി വറുത്തതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീയിൽ ഒന്ന് ആവി വരട്ടെ. അടച്ചു വെക്കാം. പിന്നെ കണ്ണു നോക്കട്ടെ എല്ലാവരും. എന്നാ പിടിക്കും. പോരെ അമ്മേ അതമ്മേ അവളെ പോയി. ഇത് പറയാം ചൂടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചേരുവുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ സൂപ്പറാ സൂപ്പറാ സൂപ്പറാ. അപ്പം ശരി. അപ്പം ഞങ്ങളെല്ലാവരും കഴിക്കാൻ പോവാണേ. ഓക്കെ ബൈ. താങ്ക് യു. ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് പുതിനയിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി.